Hi dears, today we are discussing Principles of Marketing, Block 4, Unit 13, Physical Distribution. മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻസ് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ കഴിഞ്ഞ 2 ചാപ്റ്ററുകളിലായി നമ്മൾ എന്തൊക്കെ യൂട്ടിലിറ്റീസ് ആണ് ഈ ഇൻ്റർമീഡിയറീസും ഫെസിലിറ്റേറ്റിംഗ് ഏജൻസും ചേർന്ന് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി വരുന്ന ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിനെ പല ഓതേഴ്സ് പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഭൗതിക വിതരണം അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഫിലിപ്പ് കോട്ട്ലറുടെ അഭിപ്രായത്തിൽ planning, implementing and controlling the process of physical flow of materials and final products from point of origin to point of use to meet customers of needs at a profit. ഇതിൽ പറയുന്നത് നമ്മളുടെ ഫിലിപ്പ് കോട്ട്ലർ അഭിപ്രായപ്പെടുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. എന്തിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു? ഫിസിക്കൽ ഫ്ലോ ഓഫ് പ്രോഡക്ട്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്ട്സിൻ്റെ ആ ഫിസിക്കൽ ഫ്ലോ, ആ ഔട്ട്പുട്ടായി കിട്ടിയ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ആ ഭൗതികമായിട്ടുള്ള ട്രാൻസ്ഫർ എവിടെ നിന്ന് എവിടേക്കാണ്? പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക്. കസ്റ്റമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്കുള്ള ആ പ്രോഡക്ട്സിൻ്റെ ഫിസിക്കൽ ഫ്ലോ പ്ലാൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിയാണ് ഇതിൽ വരുന്നത്. അതായത് ഒറിജിനൽ പോയിന്റിൽ നിന്നും യൂസേജ് പോയിന്റിലേക്ക് ഈ പ്രോഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മൾ വെറുതെ ട്രാൻസ്ഫർ ചെയ്യല്ല, നമ്മൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അറ്റ് എ പ്രോഫിറ്റ്. നമ്മൾക്ക് ലാഭമുണ്ടാവണം. അപ്പോൾ ഇവരിലേക്ക് ഇത് എത്തിക്കുകയും വേണം, അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അവർക്ക് വേണ്ട യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ലാഭം ഉണ്ടാക്കുകയും വേണം. അതേപോലെ തന്നെ WY സ്റ്റവാർഡും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലും പറയുന്നത് ഇത് തന്നെയാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ലിങ്ക് ബിറ്റ്വീൻ മാനുഫാക്ചറിങ് ആൻഡ് യൂട്ടിലിറ്റി ക്രിയേഷൻ. എവിടെയോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സ് അന്തിമ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു യാത്ര, പ്രോഡക്ട്സിൻ്റെ യാത്രയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് വ്യൂ പോയിന്റിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്ലോ ഓഫ് പ്രോഡക്റ്റ് as they move physically from producer to consumer or industrial user. ഇതിൽ നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. മാർക്കറ്റിംഗ് വ്യൂ പോയിന്റിൽ പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ ആക്ടിവിറ്റീസ് ആണ്, അതിൽ കുറേ പ്രവർത്തനങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഫങ്ഷൻസ് വരുന്നു. എന്തിനാണ്? ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്ലോ ഓഫ് പ്രോഡക്റ്റ്, പ്രോഡക്ട്സിൻ്റെ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിൽ വരുന്ന കുറേ ആക്ടിവിറ്റീസാണ്. എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? as they move physically from producer to consumer. ആ പ്രോഡക്ട്സ് ആ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്കാണ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓർ ഇൻഡസ്ട്രിയൽ യൂസർ, ഒന്നുകിൽ ഉപഭോക്താക്കളിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസേഴ്സിലേക്കായിരിക്കാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അവർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അവരുടെ ഫൈനൽ കൺസംഷന് വേണ്ടിയാണ്, അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് അത് വാങ്ങിക്കുന്നത് പലപ്പോഴും അവർക്ക് സ്വന്തമായി ഉപയോഗിക്കാനായിരിക്കില്ല, പകരം പുതിയ ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കാം. എങ്ങനെയാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് എൻഡ് യൂസേഴ്സിലേക്കുള്ള ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് പ്രോഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനമായും വരുന്ന കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെൻ്ററി മെയിൻ്റനൻസ്, ഓർഡർ പ്രോസസ്സിംഗ്, അക്വിസിഷൻ, പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ്, വെയർഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻഫർമേഷൻ മെയിൻ്റനൻസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ പ്രോഡക്ട്സിനെ നമ്മൾക്ക് അത് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഓർഡർ സ്വീകരിക്കുന്നത് മുതൽ അത് പ്രോസസ്സ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മൾ അക്വയർ ചെയ്ത് കൃത്യമായി പാക്ക് ചെയ്ത് വെയർഹൗസുകളിൽ സ്റ്റോർ ചെയ്ത്
ആ മെറ്റീരിയൽസിനെ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്ത് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻ മെയിൻ്റനൻസ് നടത്തുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 245 ഒരു ചിത്രമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇൻവോൾവ്ഡ് ആയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതായത് ഓരോ ലോറികളിൽ അല്ലെങ്കിൽ ട്രക്കുകളിലൊക്കെ ആക്കി ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഓരോ സ്ഥലങ്ങളിലേക്ക് പല മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. റോഡ്, റെയിൽ, എയർ, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. എന്ത് ക്രിയേറ്റ് ചെയ്യണം? പ്രോഫിറ്റ്. അപ്പോൾ ആ ലാഭം ഉണ്ടാക്കണമെങ്കിൽ പരമാവധി ചിലവ് കുറയ്ക്കണം. അപ്പോൾ ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലെ പല പല പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓർഡർ ഹാൻഡിലിംഗ് ഉണ്ട്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഉണ്ട്, ഇൻവെൻ്ററി കൺട്രോളിംഗ് ഉണ്ട്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾക്ക് കോസ്റ്റും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മിനിമം കോസ്റ്റിൽ കസ്റ്റമേഴ്സിന് മാക്സിമം കൺവീനിയൻസിൽ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ആ പ്രോസസ്സുകളെ പ്ലാൻ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ആ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് കൃത്യമായ വിലയിൽ. കാരണം നമ്മൾക്ക് ലാഭം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കസ്റ്റമേഴ്സിനെ ഒരുപാട് ചൂഷണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നീട് നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാതെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആക്ടിവിറ്റീസിനെ പെർഫോം ചെയ്യുന്നു. ഇതിൽ പറഞ്ഞ ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് 2 തരം യൂട്ടിലിറ്റീസാണ് പ്രധാനമായും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ നമ്മൾക്ക് കൺസ്യൂമേഴ്സിന് നൽകാൻ കഴിയുന്ന യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റിയാണ്. അതായത് എപ്പോഴാണോ നമ്മൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമുള്ളത്, എപ്പോഴോ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് ആയിരിക്കാം, അത് കൃത്യമായി കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾക്ക് വെയർഹൗസിങ് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ടി വരും ടൈം യൂട്ടിലിറ്റി നൽകണമെങ്കിൽ. പിന്നെ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഏതോ ഒരു പ്ലേസിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് നമ്മൾ ഈ പ്ലേസ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 യൂട്ടിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മാർക്കറ്റേഴ്സ് പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് physical distribution. It involves the physical flow of product from point of origin to the point of consumption അല്ലെങ്കിൽ point of usage. പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കുന്ന ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലോക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഏത് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പല അപ്രോച്ചുകളിലൂടെ ഓരോ പ്രോഗ്രാമിനെയും അല്ലെങ്കിൽ ഓരോ ആൾട്ടർനേറ്റീവ്സിനെയും അനലൈസ് ചെയ്തുകൊണ്ടാണ്. അതിൽ പ്രധാനമായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 അപ്രോച്ചാണ് ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്. ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഓരോ മാർക്കറ്ററുടെയും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മിനിമം കോസ്റ്റിൽ മാക്സിമം കൺവീനിയൻസ് കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ കോസ്റ്റ് മിനിമം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ കോസ്റ്റ് നേരിടുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻവെന്ററി ക്യാരിയിങ് ആൻഡ് ഹാൻഡ്ലിംഗ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. ഇത് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ ചെയ്തിരുന്നത് ഈ ഓരോ കാര്യങ്ങൾക്കും വരുന്ന കോസ്റ്റുകളെ വേറെ വേറെ കൺസിഡർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഓരോ എലമെന്റിനെയും പ്രത്യേകം കൺസിഡർ ചെയ്യും. ആ എലമെന്റിന് വരുന്ന കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കും. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മളിത് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡായിരിക്കും. അപ്പോൾ കസ്റ്റമർക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല, അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ വെയർഹൗസിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും.
നമ്മൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ കസ്റ്റമേഴ്സിന്റെ ഏറ്റവും നിയർ പ്ലേസിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും കോസ്റ്റ്ലി ആയ വെയർ ഹൗസ് വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അല്ല നമ്മൾ സ്വന്തമായിട്ട് വെയർ ഹൗസുകളാണെങ്കിലും അതിന്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളും ഫിക്സഡ് കോസ്റ്റുകളും എല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ട് വരും. അതേപോലെയാണ് ഇൻവെന്ററി ക്യാരിയിങ് ആൻഡ് ഹാൻഡ്ലിംഗ്. ഇപ്പൊ സ്വന്തമായിട്ട് ട്രക്കൊക്കെ വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിന് കോസ്റ്റ് കൂടും. പബ്ലിക് കാരിയേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പ്രോഡക്റ്റിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പലപ്പോഴും റിസ്കിലായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ലക്ഷ്യങ്ങളെ ഓപ്പോസിറ്റായി ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് ആ ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പ്രൊഡക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾക്ക് ആ പ്ലേസിലേക്ക് എത്തിക്കണം. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 6 ദിവസം, റെയിൽ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 8 ദിവസമാണെന്ന് വിചാരിക്കാം. ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ചിലപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് ആയിരിക്കും. പക്ഷേ നമ്മൾക്ക് 7 ദിവസത്തിന് അവിടെ എത്തണം. അപ്പൊ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യേണ്ടി വരും. കുറച്ച് കോസ്റ്റ് കൂടിയാലും അത് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാർക്കറ്റർ ഇത് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോസ്റ്റ് മിനിമം ആക്കി വെക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ പ്രൊഡക്റ്റ് എത്തുന്ന രീതിയിൽ അവരുടെ ആക്ടിവിറ്റീസ് അതേപോലെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ ഈ കോസ്റ്റുകളെ നമ്മൾ പറഞ്ഞു ഓരോന്നിനെയും വേറെ വേറെ ആയാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ മോഡേൺ കൺസെപ്റ്റിൽ അങ്ങനെയല്ല. ദീസ് ആർ ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. നമ്മൾ ഈ സയന്റിഫിക് മെത്തേഡ് ആയിട്ടുള്ള മോഡേൺ കൺസെപ്റ്റിൽ ചെയ്യുന്നത്, ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്ന മോഡേൺ കൺസെപ്റ്റിൽ ചെയ്യുന്നത്, ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് മിനിമം കോസ്റ്റ് എന്നുള്ള ലക്ഷ്യം വെക്കുമ്പോൾ ഇതിലത്തെ ഓരോ കാര്യങ്ങളെയും നമ്മൾ കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും സ്റ്റോറേജ് ആണെങ്കിലും, ഇപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ഒറ്റ ട്രാൻസ്പോർട്ടേഷനിൽ മാക്സിമം യൂണിറ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലം സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് കൂടും. അപ്പൊ ഇതെല്ലാം പരസ്പരം റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ എലമെന്റ്സിനെയും പരസ്പരം റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന മെത്തേഡാണ് ടോട്ടൽ സിസ്റ്റം അപ്രോച്ചിന്റെ മോഡേൺ കൺസെപ്റ്റ്. അപ്പോൾ ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വരുന്ന എലമെന്റ്സ് എഴുതണം. ട്രഡീഷണൽ അപ്രോച്ച് എന്തായിരുന്നു എന്ന് എഴുതണം. മോഡേൺ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ സൂചിപ്പിക്കണം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് ആണ്. ചെലവുകളെ നമ്മൾ പരിഗണിക്കുന്നു. ഓരോ കാര്യങ്ങൾക്കും വരുന്ന എക്സ്പെൻസുകൾ എത്രയാണ്. അപ്പൊ മൊത്തത്തില് ഇപ്പോ ട്രാൻസ്പോർട്ടേഷനിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, വെയർഹൗസിംഗ് കോസ്റ്റ് വരും. അപ്പൊ ഇവിടെ ഈ ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സിനെ കമ്പയർ ചെയ്യുന്നു. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സിനെ ഓരോന്നിലും എത്ര രൂപയാണ് ഓരോ കാര്യങ്ങൾക്കും കോസ്റ്റ് വരുന്നത്, ആ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്ന് നോക്കി നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, 2 ആൾട്ടർനേറ്റീവ്സ് നമ്മൾ പരിഗണിക്കുകയാണ്. ആൾട്ടർനേറ്റീവ് എ ആൻഡ് ആൾട്ടർനേറ്റീവ് ബി. ആൾട്ടർനേറ്റീവ് എ എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ടും ആൾട്ടർനേറ്റീവ് ബി എന്ന് പറയുന്നത് റെയിൽ ട്രാൻസ്പോർട്ടുമാണ്. അപ്പൊ ഈ 2 ട്രാൻസ്പോർട്ട് മെത്തേഡ്സിനെ പരിഗണിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കുമ്പോൾ ഫസ്റ്റ് ആൾട്ടർനേറ്റീവിൽ 100 ആണ്. 15 ഡേയ്സിൽ നമ്മളൊരു 100 എന്നുള്ള ഒരു 100 രൂപ ജസ്റ്റ് ഒരു മിനിമം ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതിന്റെ 100 രൂപ, അത് ചിലപ്പോൾ 100 × 100 ഒക്കെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 100 രൂപയാണ് ഇതിൽ കോസ്റ്റ് വരുന്നത്. അത് ആൾട്ടർനേറ്റീവ് ബിയിൽ വരുന്നത് 150 രൂപയാണ്. 15 ദിവസത്തിന് ഫസ്റ്റ് ഓപ്ഷനിൽ 100 രൂപ, സെക്കൻഡ് ഓപ്ഷനിൽ 150 രൂപ. ഏതിലാ ചെലവ് കൂടുതൽ? റെയിൽവേയിലാണ് അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ പേയ്മെന്റ് വരുമ്പോൾ. രണ്ടാമത്തെ ഐറ്റം എടുക്കാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൾട്ടർനേറ്റീവ് എയില് 230 ആണ്, ആൾട്ടർനേറ്റീവ് ബിയില് 200 ഉള്ളൂ. അപ്പൊ ഏതിലാ കുറവ് വരുന്നത്? സെക്കൻഡ് ഓപ്ഷൻ റെയിൽ ട്രാൻസ്പോർട്ടിലാണ് കുറവ് വരുന്നത്. ദെൻ അടുത്തത് വെയർഹൗസിംഗ് കോസ്റ്റ് ആണ്. ഫസ്റ്റ് ആൾട്ടർനേറ്റീവില് 100 ആണ് വെയർഹൗസിംഗ് കോസ്റ്റ്, എന്നാൽ സെക്കൻഡ് ആൾട്ടർനേറ്റീവില് 130 ആണ്.
അപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ ഐറ്റത്തിനെയും എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ആവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതിൽ കുറവ് അതിൽ കൂടുതൽ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇതിൽ കൂടുതൽ അതിൽ കുറവ്, വെയർ ഹൗസിംഗ് കോസ്റ്റ് ആദ്യത്തെ ഇതിൽ കുറവ് രണ്ടാമത്തെ ഇതിൽ കൂടുതൽ. അപ്പൊ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഏതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഓരോ ആൾട്ടർനേറ്റീവിലും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ആൾട്ടർനേറ്റീവ് എ റോഡ് ട്രാൻസ്പോർട്ടിൽ നമ്മൾക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 430 രൂപയാണ്. എന്നാൽ അതേ കാര്യത്തിന് റെയിൽ ട്രാൻസ്പോർട്ടിലെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 480 രൂപയാണ്. അപ്പൊ നമ്മളുടെ മാർക്കറ്റർ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് എയിലാണ് കുറവ്. അപ്പോൾ നമ്മൾ ഏത് ആക്സെപ്റ്റ് ചെയ്യണം? റോഡ് ട്രാൻസ്പോർട്ട് ആണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ കേസിലും നമ്മൾക്കൊരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എയർ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട് ഇതിൽ ഏതാണ് ഏറ്റവും മിനിമം കോസ്റ്റിൽ നമ്മൾക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിന് ഓപ്പോസിറ്റ് ആയ രീതിയിൽ വരാതെ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾട്ടർനേറ്റീവ് അതാണ് നമ്മൾ ചൂസ് ചെയ്യാം. അതായത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ നമ്മൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണം. അപ്പൊ അതിന് ഏത് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആക്സെപ്റ്റ് ചെയ്താലാണ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. മിനിമം കോസ്റ്റില് മാക്സിമം യൂട്ടിലിറ്റി എങ്ങനെയാണ് നൽകാൻ കഴിയുന്നത് എന്ന് നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം മിനിമം കോസ്റ്റില് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പെർഫോം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടെ ശ്രദ്ധിക്കണം? There is no compromise for customer convenience. നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രോപ്പർ പ്രൊഡക്റ്റ് പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ പ്ലേസിൽ നൽകുന്നതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് കോസ്റ്റ് മിനിമൈസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടോട്ടൽ സിസ്റ്റം അപ്രോച്ചും ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് രണ്ട് രീതിയിലും ഈ ആൾട്ടർനേറ്റീവ്സിനെ അനലൈസ് ചെയ്ത് മാത്രമാണ് ഏത് ആൾട്ടർനേറ്റീവ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ് മിനിമൈസ് ചെയ്ത് കസ്റ്റമർക്ക് മാക്സിമം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഏതൊരു മാനേജറിയൽ ആക്ടിവിറ്റിയുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കസ്റ്റമർ കൺവീനിയൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് നമ്മൾക്ക് ഏൺ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്തൊക്കെയാണ്, അവർ എന്തിന് പ്രാധാന്യം കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആണ് എന്ന് നോക്കണം. അതായത് ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അവർക്ക് കോസ്റ്റ് കുറച്ച് കൂടിയാലും വേണ്ടില്ല, ടൈംലി സപ്ലൈ, ദെൻ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില ആൾക്കാർ വില കൂടിയാലും ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടായാൽ മതി. ചില ആൾക്കാർ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് വില കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾക്ക് ലാഭത്തിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള കസ്റ്റമേഴ്സാണുള്ളത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്രൂവിങ് കസ്റ്റമർ സർവീസാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്ന സർവീസ് മാക്സിമം ക്വാളിറ്റി സർവീസ് ആയിരിക്കണം. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കസ്റ്റമേഴ്സ് ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണ്. അതായത് ലാഭം, ഇക്കണോമി ആഗ്രഹിക്കുന്നവരാണോ, പർച്ചേസ് എപ്പോഴും ലാഭകരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണോ, കൃത്യസമയത്ത് പ്രോഡക്റ്റ് എത്തണം, കോസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള ആളുകളാണോ, അങ്ങനെ അവരെക്കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ അവരുടെ ഡിമാൻഡ്സും നീഡ്സും എന്താണ്, അവർ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കി കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിയണം. അതോടൊപ്പം നമ്മളുടെ മെയിൻ്റനൻസ് ഓഫ്
മിനിമം കോസ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് കൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ ഏതാണോ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഏത് സ്ട്രാറ്റജിയാണോ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് സ്വീകരിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം കസ്റ്റമേഴ്സിൻ്റെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി റെഡ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. നമ്മൾ പറഞ്ഞു പല മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾട്ടർനേറ്റീവ്സിൻ്റെ കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു ടോട്ടൽ കോസ്റ്റ് അപ്രോച്ചിൽ അത് നോക്കണം. ഏത് ആൾട്ടർനേറ്റീവിലാണ് മിനിമം കോസ്റ്റ് വരുന്നത്, എന്നാൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസുകൾക്ക് യാതൊരു കോട്ടവും തട്ടാനും പാടില്ല. നമ്മൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ വെയർ ഹൗസിങ്ങും ഇൻവെൻ്ററി മെയിൻ്റനൻസും ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ് പ്രധാനമായി കോസ്റ്റ് വരുന്ന ഏരിയാസ്. അപ്പോൾ അതിൽ മാക്സിമം നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയണം. അതായത് മിനിമം കോസ്റ്റിൽ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് മിനിമം ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾക്ക് ഡിസയേർഡ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറേറ്റിംഗ് അഡീഷണൽ സെയിൽസ് ആണ്. നമ്മളുടെ ലോയൽ കസ്റ്റമേഴ്സിന് സെയിൽസ് നടത്തുന്നതോടൊപ്പം ഫ്രഷ് ഓർഡേഴ്സ് കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കിട്ടുന്ന ഓർഡറിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മാത്രം സ്റ്റോറിൽ വെയർ ഹൗസിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ഒരാൾ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് എടുത്തു കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സഫിഷ്യൻറ്റ് പ്രോഡക്റ്റ് നമ്മുടെ വെയർ ഹൗസിൽ എപ്പോഴും റെഡി ആയിരിക്കണം. കാരണം നമ്മൾ മിനിമം കോസ്റ്റിൽ മാക്സിമം കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് മറ്റ് കസ്റ്റമേഴ്സ് അറിയും, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അറിയും. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡുമായിട്ട് വരും. കാരണം മാക്സിമം സർവീസുമുണ്ട്, മിനിമം കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് എക്സിസ്റ്റിംഗ് ലോയൽ കസ്റ്റമേഴ്സിന് പുറമെ അഡീഷണൽ കസ്റ്റമേഴ്സിനെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ അഡീഷണൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു ലക്ഷ്യമാണ്. ദെൻ ക്രിയേറ്റിംഗ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റീസ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? പ്രൊവൈഡ് പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റി. കസ്റ്റമേഴ്സിന് എവിടെയാണോ ആവശ്യം അവിടെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കണം, എപ്പോഴാണോ ആവശ്യം അപ്പോൾ ആ സമയത്ത് എടുത്തു കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങുമാണ് ശ്രദ്ധിക്കേണ്ടത്. വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഡീസെൻട്രലൈസ്ഡ് വെയർ ഹൗസിംഗ് സ്ട്രാറ്റജിയാണ് നല്ലത്. എവിടെയാണോ കസ്റ്റമേഴ്സിന് ആവശ്യം അവരുടെ നിയർ ബൈ പ്ലേസിൽ വെയർ ഹൗസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിയും. അവിടെ ഒരു ഡിലേ വരില്ല. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ മിനിമം കോസ്റ്റിൽ നമ്മൾക്ക് പ്രൊഡക്റ്റിന് യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഏത് ട്രാൻസ്പോർട്ട് മീഡിയയിലൂടെയാണ്, ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്താലാണ് കസ്റ്റമേഴ്സിന് മിനിമം കോസ്റ്റിൽ കറക്റ്റ് ടൈമിൽ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത്, ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ തരത്തിലുള്ള ഇപ്പോൾ ക്വിക്കർ ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വളരെ വേഗം നമ്മൾക്ക് യൂസേജ് പ്ലേസിലേക്ക് എത്തിക്കാം വിത്തിൻ ഷോർട്ടർ ടൈം. അപ്പോൾ ടൈം യൂട്ടിലിറ്റി ആവശ്യമായി വരുന്ന സമയത്ത് ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും അവർക്ക് കോസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല, പ്രോപ്പർ ടൈമിൽ പ്രോഡക്റ്റ് എത്തിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് എയർ ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടോ സ്പെഷ്യൽ കാർഗോ വെഹിക്കിളോ ഏതെങ്കിലും മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ടൈം യൂട്ടിലിറ്റിയും പ്ലേസ് യൂട്ടിലിറ്റിയും പ്രോപ്പർ സ്ട്രാറ്റജി പ്ലാനിങ്ങിലൂടെ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് നൽകാൻ കഴിയണം. ദെൻ ലാസ്റ്റിൽ പറയുന്നത് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ആണ്. പ്രൈസിൻ്റെ സ്ഥിരത. അപ്പോൾ ചില കൺസ്യൂമർ FMCG പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതൊക്കെ ഒരു ഫിക്സഡ് പ്രൈസിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. എന്നാൽ ചില മേഖലകളിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് കാരണം ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ളതാണ്, ഇപ്പോൾ ജൂട്ടിൻ്റെയോ കോട്ടൻ്റെയോ വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണെന്ന് വിചാരിക്കാം. നമ്മൾക്ക് വേണ്ടത് റോ കോട്ടൺ അല്ലെങ്കിൽ റോ ജൂട്ടാണ്. അത് ഹാർവെസ്റ്റിംഗ് സീസണിൽ നമ്മൾക്ക് വളരെ ചീപ്പായിട്ട് ലഭിക്കും. എന്നാൽ ഓഫ് സീസണിൽ ആ പ്രോഡക്റ്റിന് ചിലപ്പോൾ വില കൂടുതലായിരിക്കും. അപ്പോൾ മെയിനായും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇൻപുട്ടായി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രികൾ അവർ ചെയ്യേണ്ടത് എപ്പോഴാണോ ഈ റോ മെറ്റീരിയൽ ചീപ്പായി അവൈലബിൾ ആവുന്നത് ആ സമയത്ത് ബൾക്ക് പർച്ചേസ് നടത്താം.
എന്നിട്ട് നമ്മൾ പ്രോപ്പർ വെയർഹൗസിലൂടെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഫാക്ടറിയിലെ പ്രൊഡക്ഷന് ഇൻ്ററപ്ഷൻ ഉണ്ടാവാത്ത വിധം സ്റ്റോറിൽ നിന്ന് റോ മെറ്റീരിയൽ എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പോൾ ആ ഓഫ് സീസണിലും ഹാർവെസ്റ്റിംഗ് സീസണിലും നമ്മളുടെ കയ്യിൽ റോ മെറ്റീരിയൽ ഉണ്ടാവും. വില വ്യത്യാസം നമ്മളെ ബാധിക്കുകയുമില്ല. അങ്ങനെയുള്ള പോളിസി അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. കാരണം ഏതൊരു സ്ഥാപനമാണോ വില കുറഞ്ഞ സമയത്ത് റോ മെറ്റീരിയൽ വില കുറഞ്ഞ് വാങ്ങി അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് വില കുറച്ച് വിൽക്കുക, പിന്നെ വില കൂടിയ സമയത്ത് ഓഫ് സീസണിൽ ഹൈ പ്രൈസിൽ വാങ്ങി അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക, അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത പ്രൈസിൽ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളെക്കാൾ കസ്റ്റമേഴ്സിന് റിലയബിൾ ആയി തോന്നുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരതയുള്ള പ്രൈസിൽ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ സീസണൽ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാർവെസ്റ്റിംഗ് സീസണിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് പ്രോപ്പറായി സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് കസ്റ്റമേഴ്സിന് യാതൊരു ഇൻകൺവീനിയൻസും ഇല്ലാത്ത രീതിയിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായി വരുന്ന ട്രാൻസ്പോർട്ടേഷനിലും വെയർഹൗസിങ്ങിലും വരുത്തേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ പ്രധാനമായി ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എങ്കിൽ കൂടിയും ഏറ്റവും മേജറായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ 5 എണ്ണമാണ്. കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് മിനിമം ആയിട്ട് റെഡ്യൂസ് ചെയ്യുക, അഡീഷണൽ സെയിൽസ് ജനറേറ്റ് ചെയ്യുക, പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ടാസ്ക്സ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എൻ്റർപ്രണർ അവരുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റൊക്കെ കുറയ്ക്കാനാണ്. കാരണം മാക്സിമം കൺവീനിയൻസ് കസ്റ്റമേഴ്സിന് നൽകി മിനിമം കോസ്റ്റിൽ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾക്ക് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നവർക്ക് വരുന്ന പ്രധാനപ്പെട്ട ടാസ്കുകൾ എന്തൊക്കെയാണ്? അതിൽ വരുന്നത് ഓർഡർ പ്രോസസ്സിംഗ്, വെയർഹൗസിംഗ്, അതുപോലെ തന്നെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇൻഫർമേഷൻ സിസ്റ്റം, അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. നമ്മളുടെ ലക്ഷ്യം ഈ കസ്റ്റമറെ, ഓർഡർ നൽകുന്ന കസ്റ്റമറെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓർഡർ നൽകുമ്പോഴാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ചാർട്ടിൽ, ഈ ചിത്രത്തിൽ എന്താണ് നൽകിയിട്ടുള്ളതെന്ന് നോക്കാം, പിന്നെ ഓരോ പോയിന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. നമ്മൾ ആ ഓർഡറിനെ കൃത്യമായി ഇൻഫർമേഷൻ സിസ്റ്റം വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. അതിനനുസരിച്ചാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഓർഡറിനെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഓർഡറിനെ കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഇൻവെൻ്ററി സെലക്ട് ചെയ്ത് 2 രീതി, ഇൻവെൻ്ററിയിൽ നിന്ന് 2 വേയിലേക്ക് പോകുന്നുണ്ട്. ഒന്നുകിൽ ഡയറക്റ്റായി ട്രാൻസ്പോർട്ടേഷനിൽ കൊടുക്കുക, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റോറേജിൽ സൂക്ഷിച്ച് വെക്കുക, കസ്റ്റമർ ആവശ്യപ്പെടുന്ന സമയത്ത് കസ്റ്റമർക്ക് നൽകുക. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ടാണ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഓർഡേഴ്സ് എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് വേണം നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ ഫ്ലോ ഓഫ് പ്രോഡക്റ്റിൽ വരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് 2 ടാസ്കുകളാണ്, ഒന്ന് ഓർഡർ പ്രോസസ്സിംഗ് ആൻഡ് സെക്കൻഡ് വൺ വെയർഹൗസിംഗ്. ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് ഔട്ട് ഓർഡേഴ്സ് കളക്റ്റഡ് ഫ്രം കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് പ്രൊഡക്ട്സിന് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഓർഡേഴ്സിനെ റിസീവിംഗ് ഓർഡർ, റെക്കോർഡിംഗ് ഓർഡർ, ഫയലിംഗ് ആൻഡ് ഫില്ലിംഗ് ഓർഡർ, അസംബ്ലിംഗ് ഓർഡർ, ഇതെല്ലാം കൃത്യമായി വിത്തിൻ ടൈം, അതായത് ഷോർട്ട് ടൈമിൽ ചെയ്യണം. കിട്ടുന്ന ഓർഡറുകൾ കൃത്യമായി ഏത് പ്രൊഡക്റ്റിനുള്ളതാണ്, അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്, ഏത് കാറ്റഗറി പ്രൊഡക്റ്റാണ്, ഏത് ക്വാളിറ്റിയിൽ പെട്ടതാണ്, ഏത് ഫോർമാറ്റിലുള്ളതാണ്, ഇതെല്ലാം വളരെ വേഗം നമ്മൾ നോക്കി മനസ്സിലാക്കണം. കസ്റ്റമേഴ്സിനെ ഏറ്റവും വേഗത്തിൽ പ്രോഡക്റ്റ്സ് എത്തിച്ചു കൊടുത്താലേ അവർക്ക് നമ്മളോട് ലോയൽറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം
കൃത്യമായി വളരെ വേഗം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത സ്റ്റെപ്പായിട്ടുള്ള പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഏത് പ്രോഡക്റ്റാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ആ സ്റ്റെപ്പിലേക്ക് നീങ്ങണം. ഇൻവെൻ്ററി അവിടെ ഉണ്ടോ, ഏത് ട്രാൻസ്പോർട്ടേഷൻ നോക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഇറ്റ് മേ റിസൾട്ട് ഇൻ ക്യാൻസലേഷൻ ഓഫ് ഒറിജിനൽ ഓർഡർ. നമ്മളോട് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിന് പകരം വേറൊരു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സിമിലർ പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷനിലുള്ളത് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വൈറ്റ് കുർത്തി ഓർഡർ ചെയ്തു, നമ്മൾക്ക് വന്നത് ബ്ലാക്ക് കുർത്തി ആണെങ്കിൽ ആ കസ്റ്റമർ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ അതുവരെ എടുത്ത എഫേർട്ട് വെറുതെ ആവും, നമുക്ക് അതുവരെ വന്ന കോസ്റ്റ് നമ്മൾ വെറുതെ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ആ ഒരു പ്രശസ്തിക്ക് അത് ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഓർഡർ പ്രോസസ്സിങ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. ദെൻ അതിനനുസരിച്ചാണ് നമ്മൾ വെയർഹൗസിൽ നിന്ന് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം കസ്റ്റമേഴ്സിന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർഡർ പ്രോസസ്സിങ്. സെക്കൻഡിൽ വരുന്നത് വെയർഹൗസിംഗ് ആണ്. ഏത് വെയർഹൗസ് സെലക്ട് ചെയ്യണം, പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നാച്ചർ എന്താണ്, അതിനനുസരിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ നോക്കണം. വെയർഹൗസിംഗ് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഹൗ മെനി വെയർഹൗസസ് ഷുഡ് ദ ഫേം ഹാവ്, നമ്മൾക്ക് സ്വന്തമായി എത്ര വെയർഹൗസുകളുണ്ട്, എവിടെയൊക്കെയാണ് ഈ വെയർഹൗസുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഓണർഷിപ്പിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ളതാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്, സ്വന്തമായിട്ടുള്ളത് വേണോ, വാടകയ്ക്ക് വേണോ, ലാർജർ വെയർഹൗസ് വേണോ, സ്മാൾ വെയർഹൗസ് വേണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് കൂടുതലായി നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ട വെയർഹൗസാണ് വേണ്ടതെങ്കിൽ അത് നമ്മളുടെ ഫാക്ടറി പ്ലാന്റിൻ്റെ അടുത്തായിരിക്കണം. എന്നാൽ പെരിഷബിൾ ആയിട്ടുള്ളതും ബൾക്കി ആൻഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണെങ്കിൽ നിയർ ദ മാർക്കറ്റ് ആയിരിക്കണം നമ്മൾ വെയർഹൗസിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്വന്തമായി ഉണ്ടോ, നമ്മൾ ഏത് വെയർഹൗസ് ഉപയോഗിക്കണം, എവിടെയുള്ളത് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി തീരുമാനിക്കണം. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രൊഡക്റ്റ് ടൈപ്പ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പ്രോക്സിമിറ്റി ടു മാർക്കറ്റ്, റെൻറ്റ്, ലേബർ സപ്ലൈ, ടാക്സ്, ജോഗ്രഫി, കോമ്പറ്റീഷൻ, ഇതെല്ലാം നോക്കിയാണ് ഏത് വെയർഹൗസ് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. സ്വന്തമായ വെയർഹൗസ്, ലീസിനെടുക്കുന്ന വെയർഹൗസ്, പബ്ലിക് വെയർഹൗസ്, അതായത് വേറെ ആരുടെയെങ്കിലും ഓണർഷിപ്പിലുള്ളത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കാം, അങ്ങനെയുള്ള പബ്ലിക് ഗോഡൗണുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ്, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സ്വന്തം വെയർഹൗസ് ആണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെരി ഹൈ ആയിരിക്കും, കാരണം നമ്മൾ തന്നെ ആ ബിൽഡിങ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ലീസിനുള്ളതാണെങ്കിൽ ഒരു മോഡറേറ്റ് എക്സ്പെൻസീവ് വരുള്ളൂ. എന്നാൽ പബ്ലിക് വെയർഹൗസ് ആണെങ്കിൽ നമ്മൾക്ക് വളരെ കുറച്ച് ചിലവേ വരുള്ളൂ, വാടക മാത്രം കൊടുത്താൽ മതി. ദെൻ യൂണിറ്റ് കോസ്റ്റ് പ്രൈവറ്റിൽ വളരെ അധികമായിരിക്കും, നമ്മുടെ പ്രോഡക്റ്റ് മാത്രമല്ലേ ഉള്ളൂ. ലീസിനെടുക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി കുറവായിരിക്കും. ദെൻ പബ്ലിക്കിലാണെങ്കിൽ വളരെ കുറവായിരിക്കും, കാരണം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. കൺട്രോൾ പവർ പ്രൈവറ്റിലാണ് കൂടുതൽ ഉണ്ടാവുക. നമ്മുടെ സ്വന്തമാണെങ്കിൽ ഹൈ കൺട്രോള്, നമ്മൾ ലീസിലെടുത്തതാണെങ്കിലും നല്ല കൺട്രോൾ ഉണ്ടാവും. പബ്ലിക് വെയർഹൗസിൽ നമ്മൾക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ലോ മാനേജീരിയൽ കൺട്രോളാണ്. പിന്നെ പ്രൊഡക്റ്റ് ലൈനിന് ആഡിക്വേറ്റ് ആണോ, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഹൈ ആഡിക്വേറ്റ് ആണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ സൂക്ഷിക്കുക. ലീസിനാണെങ്കിൽ മോഡറേറ്റ്ലി. ദെൻ പബ്ലിക് ആണെങ്കിൽ നമ്മൾക്ക് അത്ര അധികം സൗകര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ വരുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫസ്റ്റ് 2 കേസിൽ ലോ ആണ്, കാരണം ഫിക്സഡ് ആയിട്ടൊരു വെയർഹൗസ് ഉണ്ടാക്കി അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. പബ്ലിക് വെയർഹൗസിലാണെങ്കിൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിൽ ആ കാര്യം ക്യാൻസൽ ചെയ്യാം. പിന്നെ ഈ പ്രൊഡക്റ്റിനെ സർവീസിനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വെയർഹൗസുകളെ പല കാറ്റഗറിയായി തിരിക്കാറുണ്ട്. ഒന്ന്, ജനറൽ മെർക്കൻഡൈസ്, ഏത് പ്രോഡക്റ്റും എല്ലാ ടൈപ്പ് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. സ്പെഷ്യാലിറ്റി വെയർഹൗസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് മാത്രം, ലിമിറ്റഡ് ഗുഡ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ, അല്ലെങ്കിൽ ഗ്രെയിൻസിനുള്ളത്, കോട്ടൺ ഉള്ളത്, അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തത്. റെഫ്രിജറേറ്റഡ്, കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്, മിൽക്ക്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്.
പിന്നെ ബോണ്ടഡ് വെയർഹൗസുകളുണ്ട്. നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾക്ക് ചില പ്രത്യേക നിയമപ്രകാരം പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ അത് ചിലതിലൊക്കെ എങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻഷുർഡ് അഗെയിൻസ്റ്റ് ലോസ് ആസ് വെൽ ആസ് റെഗുലേറ്റഡ് ബൈ സർട്ടൻ ലോസ് ഇൻ ദ കേസ് ഓഫ് ലിക്കർ. അങ്ങനത്തെ കേസിലുള്ള ബോണ്ടഡ് വെയർഹൗസുകൾ. പിന്നെ ബൾക്ക് സ്റ്റോറേജ് വെയർഹൗസുകൾ, ഒരുപാട് ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്ന വെയർഹൗസ്. അതായത് ഇപ്പോൾ ഗ്യാസോലൈന്, പെട്രോളിയം, ഓയിൽ എക്സ്ട്രാക്റ്റുകളോ ഒക്കെ സൂക്ഷിക്കുന്ന തരം വെയർഹൗസുകൾ. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് 2 ടാസ്ക്കാണ് ഓർഡർ പ്രോസസ്സിങ്ങും വെയർഹൗസിങ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു റെഡി ടു സപ്ലൈ ആയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വേണം. പക്ഷെ അങ്ങനെ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ് ഒരിക്കലും ഒരു ഹൈ കോസ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ മിനിമം ഇൻവെന്ററി കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഡിമാൻഡ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെ അവരുടെ ആ ഒരു പർച്ചേസിങ് പാറ്റേൺ അനലൈസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എല്ലായ്പ്പോഴും ഈസിയായി അവൈലബിൾ ആകുന്ന രീതിയിൽ നമ്മൾ വെയർഹൗസുകൾ സെലക്ട് ചെയ്യുകയും അവിടെ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഇൻവെന്ററി കോസ്റ്റ് മിനിമം ആക്കി വെക്കുന്ന പോലെ. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് 30 to 40% വരെയൊക്കെ സ്റ്റീൽ ആൻഡ് ഓട്ടോമൊബൈൽസിൽ ഇൻവെന്ററി കോസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹൈ കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കൃത്യമായി ജസ്റ്റ് ഇൻ ഇൻവെന്ററി വേണോ, അതേപോലെ തന്നെ ആ ജസ്റ്റ് ഇൻ ടൈം ആവശ്യമുള്ള സമയത്ത് സപ്ലൈ ചെയ്യുന്ന രീതിയിൽ വേണോ, അതോ വാങ്ങിച്ചു കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇൻവെന്ററി കൺട്രോളിൽ ഫേംസ് പോളിസി റിഗാർഡിംഗ് കസ്റ്റമർ സർവീസ് ലെവൽ, then degree of accuracy of sales forecast, then responsiveness of the distribution system, cost of inventory, അതായത് ഹോൾഡിംഗ് കോസ്റ്റ്, ഇതെല്ലാം കൺസിഡർ ചെയ്താണ് നമ്മൾ ഇൻവെന്ററി ലെവൽസ് തീരുമാനിക്കുന്നത്. എപ്പോഴാണ് റീഓർഡർ ചെയ്യേണ്ടത്, എത്രയാണ് മിനിമം ലെവലായി സ്റ്റോക്ക് ചെയ്യേണ്ടത്, ആ രീതിയിലെല്ലാം ഡെസിഷൻസ് എടുക്കണം. ദെൻ അടുത്തതായി വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മൂവ്മെന്റ്, പ്രോഡക്ട്സിന്റെ ഫിസിക്കൽ മൂവ്മെന്റ് പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസംഷൻ പ്ലേസിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ ആക്ടിവിറ്റീസ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ റോഡ്, റെയില്, എയർ ട്രാൻസ്പോർട്ട്, പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര വേഗമാണ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് എത്തേണ്ടത്, ഓരോ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുക. റോഡ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ സാധാരണയായി ചെറിയ അതായത് അത്ര അധികമുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അത്രയും ബൾക്കി ആയ പ്രോഡക്ട്സ് ഒന്നുമല്ല, പലപ്പോഴും പല രീതിയിലുള്ള ഡിസ്റ്റൻസുകൾ കവർ ചെയ്യാൻ വളരെ ഷോർട്ട് ആയിട്ടുള്ളതും ഷോർട്ട് ഡിസ്റ്റൻസും ഡെലിവറി ഷിപ്മെന്റ്സ് ഒക്കെ ഈസി ആയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം റോഡ് ട്രാൻസ്പോർട്ട് ഒക്കെ സെലക്ട് ചെയ്യാം. അതിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് മെത്തേഡ്സ് ആണുള്ളത്. കോമൺ കാരിയേഴ്സ്, കോൺട്രാക്ട് കാരിയേഴ്സ്, പ്രൈവറ്റ് കാരിയേഴ്സ്. കോമൺ കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ മൊത്തത്തിലുള്ള ആരുടെ വേണമെങ്കിൽ പ്രോഡക്ട്സ് ക്യാരി ചെയ്യുന്ന തരം റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ട്രക്കുകളൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സും രാജ്യത്തിന്റെ ഏത് മൂലകളിലേക്കും എത്തിക്കുന്ന രീതിയിലുള്ള സർവീസാണ് കോമൺ കാരിയർ. പിന്നെ കോൺട്രാക്ട് കാരിയേഴ്സ് ആണ്. നമ്മളൊരു പർട്ടിക്കുലർ പീരിയോഡിന് വേണ്ടി പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോർമൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നു, ഇത്ര രൂപ വാടക എന്നുള്ള രീതിയിൽ കോൺട്രാക്ട് കാരിയേഴ്സ് ഉപയോഗിക്കാം. ദെൻ പ്രൈവറ്റ് കാരിയേഴ്സ്, ഓണറുടെ സ്വന്തം ഷിപ്മെന്റ് ഫെസിലിറ്റി, അതായത് പ്രൊഡക്റ്റ് ക്യാരി ചെയ്യാൻ വേണ്ടി ട്രക്കുകളോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വാനുകളോ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് സ്വന്തമായി നമ്മൾ വാങ്ങിക്കുന്നു, എന്നിട്ട് അത് ഉപയോഗിക്കുന്നു ഓൺ ഗുഡ്സിന്റെ ട്രാൻസ്ഫറിന് വേണ്ടി. പിന്നെ വരുന്നത് റെയിൽ ട്രാൻസ്പോർട്ട് ആണ്. റെയിൽ ട്രാൻസ്പോർട്ടിൽ യൂണിറ്റൈസ്ഡ് ട്രെയിൻ ഉണ്ട്, പിഗ്ഗി ബാക്ക് സർവീസ് ഉണ്ട്, കണ്ടെയ്നറൈസേഷൻ ഉണ്ട്. ഇപ്പോൾ യൂണിറ്റൈസ്ഡ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 or more കാർസ്, അത്രയും പ്രോഡക്ട്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള
കാരിയേഴ്സ് ആണ് യൂണിറ്റൈസ്ഡ് ട്രെയിൻ. ഇത് സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും മൈനുകളൊക്കെ ഉണ്ടാവും, ആ മൈനിൽ നിന്ന് അവരുടെ സ്റ്റോർ ആ ഒരു പ്ലേസിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക. ഇവിടെയാണ് പ്രൊഡക്ട്സ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന സ്ഥലം ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കോള്, അയേൺ കോറ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ യൂട്ടിലിറ്റി കമ്പനിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷട്ടിൽ ബേസിസിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണ് യൂണിറ്റൈസ്ഡ് ട്രെയിൻ. ഇപ്പം ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് കോർബ. കമ്പ്യൂട്ടറൈസ്ഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കൂടി ഈ സിസ്റ്റത്തിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. പിന്നെ പിഗ്ഗി ബാക്ക് സർവീസ് ആണ്. അതിനെ നമ്മൾ ട്രെയിലർ ഓൺ ഫ്ലോട്ട് കാർ എന്നുള്ള രീതിയിലും കൂടെ പറയാറുണ്ട്. അതായത് ലോഡഡ് ട്രെയിലേഴ്സ് ഓവർ റെയിൽ റോഡ് ലൈൻസ് ഓൺ സ്പെഷ്യലി ഡിസൈൻഡ് ഫ്ലാറ്റ് കാർസ്. ആ രീതിയിലുള്ള ട്രെയിൻ സർവീസ് ആണ് പിഗ്ഗി ബാക്ക് സർവീസ്. അതിൽ ഷിപ്പേഴ്സ് ഫൈറ്റിംഗ് ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആർ ഷോൺ ആൻഡ് ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് മോഡ്. അപ്പോൾ പിഗ്ഗി ബാക്ക് സർവീസുകളുണ്ട്. പിന്നെ വരുന്നത് ഏതാ, കണ്ടെയ്നറൈസേഷൻ. കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഫിൽഡ് വാൻ അല്ലെങ്കിൽ ട്രെയിലർ സൈസ് കണ്ടെയ്നറുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ഇന്റർചേഞ്ചബിളി ബിറ്റ്വീൻ വാരിയസ് ടൈപ്സ് ഓഫ് കാരിയേഴ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ ബൾക്ക്. ആ രീതിയിലുള്ള ട്രെയിൻ ട്രാൻസ്പോർട്ടും ഉണ്ട്. പിന്നെ വരുന്നത് ഏതാ, എയർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമ്മൾക്ക് വ്യോമ ഗതാഗത മാർഗം ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം. എയർ ഫ്ലൈറ്റ് ഒക്കെ അത്യാവശ്യം ചിലതിലൊക്കെ നമുക്ക് സ്മാളായിട്ട് തോന്നും, റെയിൽവേനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കുറവായിട്ട് തോന്നും. പക്ഷേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതും പ്രോഡക്റ്റിൻ്റെ നാച്ചുറൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഏത് വേണം എന്ന് തീരുമാനിക്കാൻ. പിന്നെ വരുന്നത് ഏതാണ്, പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ. പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷനിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസ്, കെമിക്കൽസ്, കോള്, മിനറൽസ്, പൾപ്പ്, വുഡ് ചിപ്സ് അങ്ങനെയുള്ള നോൺ ലിക്വിഡ് പ്രോഡക്ട്സും ലിക്വിഡ് പ്രോഡക്ട്സും ഒക്കെ നമ്മൾ ഇതിൽ കടത്തി വിടുന്നുണ്ട്. പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ വരുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന രണ്ട് ടേമുകളാണ്, ടൺസ് ഒറിജിനേറ്റഡും ടൺസ് മൈൽസും. അതായത് ടോട്ടൽ എമൗണ്ട് ലോഡ് അതിനെയാണ് ടൺസ് ഒറിജിനേറ്റഡ് എന്ന് പറയുന്നത്. ടൺ മൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൺ മൂവ് 1 കിലോമീറ്റർ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സർവീസ്, അവൈലബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഏത് മെത്തേഡ് വേണമെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ടാസ്ക് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിലെ ലാസ്റ്റ് ടാസ്ക് ആണ് ഇൻഫർമേഷൻ മോണിറ്ററിങ്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഓരോ ഫംഗ്ഷനിലും ഇപ്പോൾ ഡിഫറെൻറ്റ് ടാസ്കുകൾ പറഞ്ഞു, അതിൽ ആവശ്യമായി വരുന്ന ഇൻഫർമേഷൻസിനെ കൃത്യമായി കളക്ട് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാം. പ്രധാനമായി വരുന്നത് ഇപ്പോൾ ഇൻവെന്ററിയെ റിലേറ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പ്രസന്റ് സ്റ്റോക്ക്, ഫ്യൂച്ചർ കമ്മിറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി കാരിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ കാരിയറിന്റെ അവൈലബിലിറ്റി, കോസ്റ്റ്, സർവീസ്, അതിന്റെ സ്യൂട്ടബിലിറ്റി, നമ്മളുടെ പ്രോഡക്റ്റിന്റെ നമ്മുടെ സ്പെസിഫിക്കേഷനിൽ സ്യൂട്ടബിൾ ആയതാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെയാണ് നമ്മൾ കളക്ട് ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ടത്. ദെൻ വെയർഹൗസിങ്ങിനെ കുറിച്ചാണെങ്കിൽ ആ വെയർഹൗസുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെയർഹൗസിൽ സ്പേസ് യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, വർക്ക് ഷെഡ്യൂൾ എങ്ങനെയാണ്, യൂണിറ്റ് ലോഡ് പെർഫോമൻസ് എങ്ങനെയാണ്, ഇതൊക്കെ അനലൈസ് ചെയ്യണം. അപ്പോൾ ടാസ്ക് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓർഡർ അങ്ങ് വാങ്ങിക്കുന്നത് മുതൽ ആ ഓർഡർ പ്രോസസ് ചെയ്ത് ഇൻവെന്ററി മാനേജ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്ത് വെയർഹൗസിംഗ് ഒക്കെ കൺസിഡർ ചെയ്ത് ഇതിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ നടത്തി ലാസ്റ്റിൽ ഈ കസ്റ്റമറിലേക്ക് സ്റ്റോറേജിൽ നിന്നും ട്രാൻസ്പോർട്ടേഷനിൽ നിന്നും പ്രോഡക്റ്റ് എത്തിച്ചേരണം. അത്രയും ആ ഫിസിക്കൽ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ.